കൂട്ടുകാരെ, ഷിജിച്ചാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ സ്വന്തം ശരണ്യ ഷിജു. ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് അറിയാവോ? വേറെ ഒന്നുമില്ല, ശരണ്യ എന്ന് പറഞ്ഞ് നമുക്ക് കക്കറച്ചി ചെയ്യാം. അപ്പം നമ്മൾ ഫ്രഷായിട്ട് തന്നെ കക്കറച്ചി മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ വള്ളത്തെ വന്നുകൊണ്ടിരിക്കുകയാണ് കക്ക വാരിക്കൊണ്ട്. അപ്പോൾ അത് വാരി അത് കൊണ്ടുവന്നിട്ട് നമുക്ക് അത് പുഴുങ്ങിയിട്ടേ തരുവുള്ളൂ. നമുക്കപ്പം അത് കാണാം. ഫ്രഷ് കക്കറച്ചി ആയിരിക്കും. അപ്പോൾ വീട്ടിലേക്ക് പോയാലോ? കക്കയും വാരിക്കൊണ്ട് ഒരു വള്ളം ഇങ്ങോട്ട് അടുത്തണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ മുഹമ്മക്കായൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ കരക്കടുത്ത് കഴിയുമ്പോൾ ബാക്കി വീഡിയോയിലേക്ക് പോകാം. ശരണ്യൊക്കെ ഒരു മിഠായി കൊടുത്തല്ലേ? എൻ്റെ പേര് ഷിജു. എന്താ ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് കാർത്തികേയൻ. കാർത്തികേയൻ. ഇന്ന് കുറച്ചേ കിട്ടിയല്ലോ? കുറച്ചേ കിട്ടിയല്ലോ? ആണല്ലേ? ഞങ്ങൾ 10-40 പേരുണ്ട് ഇവിടെ. പക്ഷേ വെളുപ്പിന് മഴ പെയ്ത കാരണം ആരും അങ്ങനെ പോയില്ലല്ലേ? രാവിലെ മഴ ഉണ്ടായിരുന്നല്ലേ? ഇടിവെട്ടിയാ വെള്ളത്തിൽ പോകാൻ. ഒത്തിരി കഷ്ടപ്പാടുള്ള പണിയാണ് കക്കവാരിത്. പായൽ കൂടുമ്പോൾ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് വള്ളം അടുപ്പിക്കാനൊക്കെ. കൂട്ടുകാരെ, ഇത് സാബുച്ചേട്ടനാണ്, ഞങ്ങളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് കേട്ടോ. സാബുച്ചേട്ടൻ്റെ കടയിൽ ഞങ്ങൾ സെയിൽ നടത്തുന്നുണ്ട്, നമ്മുടെ പലഹാരമായിട്ടൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് സാബുച്ചേട്ടനുമായിട്ട് നല്ല സുഹൃത്തായത്. നമ്മൾ കക്കറച്ചിയൊക്കെ കഴിക്കുമ്പോൾ ഓർക്കാറുണ്ടോ ഇത്രയും കഷ്ടപ്പാടുള്ള ഒരു തൊഴിലാണ് ഇതെന്ന്? ഉണ്ടാ, നല്ല അടിപൊളി കക്കായാണ്, ഫ്രഷ് കക്ക. അപ്പോൾ ഇനി അവിടെ നിന്ന് എടുത്ത് അവിടം വരെ കൊണ്ടുപോകണ ഭയങ്കര കഷ്ടപ്പാടാണല്ലോ. ആണല്ലേ? ഇതാണ് നമ്മുടെ സാബുച്ചേട്ടൻ വാരിക്കൊണ്ടുവന്ന കക്ക. ശരണ്യ കണ്ട? അതെ, ശരണ്യയുടെ അവിടെയൊക്കെ ഇതിന് ഭയങ്കര വിലയല്ലേ? ഒത്തിരി വിലയല്ലേ? ഈ വീഡിയോ കാണുമ്പോൾ അറിയാം നിങ്ങളുടെ കഷ്ടപ്പാടെന്താണെന്ന്. അപ്പൊ ഇനി ഇത് കൊണ്ടുപോയി എന്താണ് ചെയ്യുന്നത്? വേവിച്ച് മെനഞ്ഞെടുക്കും. അതെ, നെറ്റിലിട്ട് അരിച്ചിട്ട് ഇറച്ചി മാത്രമായിട്ട് കഴുകി. അപ്പൊ അതിന് താമസം ഉണ്ടല്ലേ? 2.5 മണിക്കൂർ ഇത് ഇനി ഇത് നീറ്റിയൊക്കെ വന്നല്ലേ? അത്രയും കഷ്ടപ്പാടുള്ള ഇതാണല്ലേ? 10:30 അടപ്പേക്കേറ്റും അല്ലേ? 20-30 മിനിറ്റ് വേണം തിളച്ച് വരാൻ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നെറ്റിലിട്ട് അരിച്ച്. അപ്പോൾ എങ്ങനെ ഇപ്പൊ മണി 10 മണിയായി, എന്നാലും 12 മണിയൊക്കെ നമ്മൾ സ്പീഡപ്പിൽ വെച്ചാലും ഒരു 12 മണിയാകും. നമുക്ക് 1 മണിയാകുമ്പോൾ എല്ലാം കറയും. അതെ അതെ, ഫ്രഷ് കക്കറച്ചിയാണ്. തൂക്കി പാത്രങ്ങളിൽ വെക്കും. അതെ അതെ, കമ്പനി വണ്ടി വന്ന് എടുത്തല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട് ഇതിന്റെ മാർക്കറ്റിംഗ്? നിങ്ങൾക്ക് എന്താ? നിങ്ങൾക്കിപ്പോ മാർക്കറ്റ് 140 രൂപ റെഡി തരും. കിലോയ്ക്ക് 140 രൂപ ഇവിടുത്തെ വില വന്നുണ്ട്. കമ്പനി കൊണ്ട് 250. ഇതിപ്പോ നമുക്ക് ഈ കിട്ടിയിരിക്കുന്നത് വലിയ കക്കായല്ലേ? വലിയ ഇറച്ചിയാണല്ലേ? അപ്പൊ അതെ അതെ അതെ, ചെറുത് ഇവിടെ ആരും അങ്ങനെ എടുക്കുന്നില്ല. ചെറുതിന് റേറ്റ് കുറവാണ്. ചെറുത് ഇരിക്കത്തില്ല. ആണല്ലേ? ഇതാകുമ്പോ വൈകുന്നേരം വരെ ഇരുന്നാൽ, അല്ലെങ്കിൽ ഫ്രീസറിൽ ഇരുന്നാൽ ഒരാഴ്ച വരെ ഇരുന്നാലും ഒരു കുഴപ്പം വരില്ല. ചെറുത് വൈകുന്നേരം ആകുമ്പോ ചീത്തയായി പോകും അല്ലേ? അപ്പൊ എന്നാ ശരി, പണി നടക്കട്ടെ. അപ്പൊ നീറ്റുമ്പോ ഞാൻ ഉറപ്പായിട്ടും അവിടെ വരാം കേട്ടാ. ശരണ്യേ, അപ്പം ഇനി ചേട്ടൻ കൊണ്ടുപോയി പുഴുങ്ങി എടുക്കണം. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റിങ്ങിലാണ്. കണ്ട, വള്ളത്തിൽ വന്ന ചേട്ടൻ ശരണ്യൊക്കെ മിഠായിയൊക്കെ കൊടുത്ത് എനിക്കും നന്നായിരുന്നു കേട്ടാ. ഇങ്ങനെയാണ്
കക്ക പുഴുങ്ങണതല്ലേ സാവുച്ചേട്ടാ? മിഷൻ ചൂട കൊണ്ട് കറക്കി പുഴുങ്ങി. അതെ അതെ അതെ. ഇനി അത് നമ്മൾ ഏറ്റിയെടുക്കണം. ഇനി ഇത് ഇതിലിട്ടാണ് നമ്മൾ പേറ്റണതല്ലേ? എന്നിട്ട് അത് വീണ്ടും താഴത്ത് കണ്ട അതെ പേറ്റിയത് കണ്ട ഒരു പ്രാവശ്യം പേറ്റിയതാണ് കിടക്കുന്നത്. തിരിച്ചിത് പേറ്റിയൻ്റെ ബാക്കി കക്ക ഇവിടെ ഇട്ടേക്കും. ഇതാണ് സൊസൈറ്റിക്ക് കൊടുക്കണതല്ലേ? ശരണ്യ ഇതൊക്കെ ആദ്യമായിട്ടല്ലേ കാണുന്നത്? ശരണ്യ കക്കറച്ചി വെച്ച് കഴിക്കുമ്പോൾ ഓർത്തോ ഇങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെന്ന്? അതെ. ഇത് നമ്മൾ താഴത്തുനിന്ന് വാരി ഇനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുത്തേ. താഴത്തുനിന്ന് വാരി നമ്മൾ ബക്കറ്റിലിട്ട് ചരുവത്തിൽ വെള്ളം ഒഴിച്ച് കൊട്ടയെ മനഞ്ഞെടുക്കും. ഇത് അല്ലേ? അപ്പൊ വേറെ കക്ക വേറെ, ഇതിനകത്തുള്ള വേസ്റ്റ് വേറെ ആയിട്ട് കിട്ടും. ശരണ്യയുടെ വർത്താനം പറയാണല്ലേ? സാബുച്ചേട്ടൻ്റെ പെങ്ങളാണേ. ഇങ്ങനെയാണ് ഇത് മെനഞ്ഞെടുക്കണതല്ലേ? കുറച്ച് താഴത്തോട്ടും പോകും. തോട് നമ്മുടെ പാത്രത്തിലിരിക്കും. അപ്പൊ തോട് പാത്രത്തിലിരിക്കും. കുറച്ച് മാത്രം താഴത്തോട്ട് പോകും. ശരിയാ. ഇറച്ചി ഇതിൽ പാത്രത്തിലും വന്നു. അതെ അതെ. സത്യം പറഞ്ഞാൽ കക്കറച്ചിയിൽ ഒത്തിരി കഷ്ടപ്പാടുണ്ടല്ലേ? സത്യം പറഞ്ഞാൽ ഇന്ന് വന്നതുകൊണ്ടാണ് ഇത്രയും ഇതിനെപ്പറ്റി അറിയാൻ പറ്റിയത്. അത് മതി, അത് മതി, ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് മതി, ഒത്തിരിയൊന്നും വേണ്ട. നമ്മൾ വീഡിയോ ചെയ്യുക. എന്നാ ശരണ്യ പൈസ കൊടു. എന്നാ മേടി. അപ്പൊ കൂട്ടുകാരെ, വരുന്ന വഴിക്ക് കുറെ ആൾക്കൂട്ടം കണ്ടു. അപ്പൊ അതേ മീൻ താഴെ കിടക്കുന്ന കണ്ടു. വലിയ തെരണ്ടിയോ ആ മീൻ. അപ്പൊ വലുതാ. അങ്ങനെ എടുത്തോ. വേണ്ട, ഇന്ന് കക്കറച്ചി ഉണ്ടതാ. അപ്പൊ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കയറി ഇച്ചിരി പച്ചക്കറിയും കൂടെ മേടിച്ചു. അതെ അതെ, കണ്ട ഒരാള് കക്കറച്ചി, പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനം മേടിച്ചു. അപ്പൊ ഞാൻ അമ്മയെ വിളിക്കാം. അമ്മ ഇത് കക്കറച്ചി, ഇത് കുറച്ച് പയറും കരിയപ്പം, വെളുത്തുള്ളി, ഒരു കൂടി ബിസ്ക്കറ്റ്. അത് മേടിക്കാണ് സൂപ്പർ മാർക്കറ്റിൽ കയറിയത്. അപ്പൊ ഇന്ന് കക്കറച്ചിയുടെ വീഡിയോയാണ് ചെയ്യുന്നത്. പിന്നെ മത്തി, നമ്മുടെ പയറ് തോരനും. അപ്പൊ അടിപൊളിയായി. അപ്പൊ നമുക്ക് ചോറിലോട്ട് പോയാലോ? ഇന്ന് മത്തി, കക്കറച്ചി, പയർ തോരൻ. മത്തിയും മേടിച്ചു. കക്കറച്ചി ഞങ്ങള് നേരിട്ട് കക്ക നീറ്റണടുത്തുനിന്ന്. അതെ, പാത്രത്തിൽ ഇട്ട് കാണിക്കാം. അതെ അതെ അതെ, കണ്ട അതെ, നമുക്ക് കിട്ടിയ കക്കറച്ചി കണ്ട, നല്ല അടിപൊളി കക്കറച്ചിയാണ് കിട്ടിയിരിക്കുന്നത്. അതെ, ശരണ്യ അതെ വന്നേച്ചും ശരണ്യയുടെ പണി തുടങ്ങി. മത്തി വെട്ടിയാണ് അല്ലേ? മത്തി വെട്ടുക. അല്ല, അപ്പൊ കക്കറച്ചി എപ്പോഴാ ചെയ്യണം? കക്കറച്ചി ചെയ്യുന്നുണ്ട്. മത്തി കറി വെക്കണം, മത്തി പൊള്ളിക്കണം. മത്തി എന്തെങ്കിലും ചെയ്യുക.
ഞാൻ മത്തി പൊള്ളിച്ചതും ആ കക്കറച്ചിയും പയറ് തോരനും. ആ എന്നാൽ അങ്ങനെ ചെയ്യാം. ശരണ്യയുടെ ഇഷ്ടം അതല്ലേ എൻ്റെ ഇഷ്ടം. ഞാൻ പൈപ്പാട്ട് വീഡിയോ കോൾ ചെയ്ത് ഇത് കാണിച്ചു. അവിടെ ഒന്നും മത്തി കിട്ടാനില്ലെന്ന്. വലിയ മത്തിയൊന്നും പറഞ്ഞു. അവരെ കൊതിപ്പിച്ചല്ലേ? അവരെ കൊതിപ്പിച്ചു. പാവം. ഇനി നമുക്ക് പോകുമ്പോൾ മത്തി മേടിച്ചോണ്ട് പോവാം. ശരണ്യ എന്തോ ശരണ്യ കക്കറച്ചിക്ക് ചെന്നപ്പോൾ ആ ചേച്ചിക്കൊക്കെ എന്ത് സന്തോഷമായിരുന്നു ശരണ്യനെ കണ്ടപ്പോൾ ആണ് അല്ലേ? ആണ്. ആരിക്കര അമ്പലത്തിൽ അങ്ങനെ പോയില്ലേ? ആ അപ്പൊ ഒരു ചേച്ചി എന്നെ കൈ പൊക്കി കാണിച്ചു. ആ ഏത് ചേച്ചിയാണെന്ന് എനിക്കറിയാം. ശരണ്യ ഇപ്പം അത് കാരണം കത്രിക പൊക്കി കാണിച്ചു. രാത്രി അല്ല, കൈ പൊക്കിയ. മത്തി വെട്ടാൻ എളുപ്പമാണോ ശരണ്യ? മത്തി അയ്യോ, എന്റെ പൊന്നെ വലിയ മത്തിയാണെങ്കിൽ എളുപ്പം. ആ പൊടി മത്തിയാണെങ്കിൽ ആ നമ്മൾ കിടന്ന് പാടുപെടും. ഇങ്ങനെ നിക്കേണ്ടി വരും. ഇങ്ങനെ നടുവെല്ലാം വേനെടുക്കും. ആ ഓർക്കണണ്ട ഇവിടെ ചെറിയ മത്തി മേടിച്ചിടാന്നത്. അതെ 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 അതെ. ഇത് പിന്നെ ശരണ്യം കൂട്ടത്തിലുള്ള കൊണ്ട് കുറ്റം പറയല്ലല്ലോ. മത്തി ആരാണ് കാശ് കൊടുത്ത് മേടിച്ചത്? ഞാൻ തന്നെ മത്തി വലുതായിട്ടല്ലേ ഞാൻ മേടിച്ചത്. ചെറുതാണ് ഞാൻ മേടിക്കുവോ? എന്തോ ഇനിയും മത്തി വെട്ടാനുണ്ടല്ലേ? ഈ മത്തി വെട്ട മത്തി കുറച്ച് കിടപ്പുണ്ട്. ആ അപ്പം ശരണ്യ ഒരു പണിയേ, ആ മത്തിയൊക്കെ വെട്ടി റെഡിയാക്കി കഴിഞ്ഞ് എന്നെ വിളിച്ചേ. ഇന്ന് 2 മത്തിയോളൂ. ആ എന്താണെന്നറിയാവാ? ആ ഞാനൊന്ന് പോയി എനിക്ക് ഇച്ചിരി വർക്ക് ചെയ്ത് തീർക്കാനുണ്ട്. എന്നാ പൊക്കോ. അതെ അമ്മ അതെ പയറൊക്കെ എടുത്ത് വെച്ച് അരിയാൻ പോയി. പയറിൻ്റെ നീളമൊന്ന് പൊക്കി കാണിച്ചാ. അതെ ആ എന്നാ പയറൊക്കെ അരിയാമ്മ. ഇത് തോരമ്മക്കാനാണോ മെഴുക്കുവറ്റാണോ? തോരമ്മക്കാണോ? പയറരിഞ്ഞോണ്ടിരിക്കുകയാണ്. ഇതേ ശരണ്യ മത്തി കഴുകിക്കൊണ്ടിരിക്കണം അല്ലേ ശരണ്യ? വെട്ടി തീർന്നല്ലേ? ചട്ടിയിലിട്ടിരിക്കാണ് അല്ലേ? ഒന്ന് മത്തി ഒന്ന് കാണിച്ചേ വെട്ടിയത്. ആ ചട്ടിയോട് കൂടി കാണിച്ചാലും മതി. പോയി നല്ല വെള്ളം തെളിഞ്ഞില്ലേ? അതെ 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 അതെ. ഒരു മത്തി പൊട്ടിയതായി. മത്തി പൊട്ടിയത് നെയ്യുള്ള മത്തിയാ. അതെ അതെ അങ്ങനെ നല്ല അടിപൊളിയായിട്ടാണ് ശരണ്യ മത്തി വെട്ടി റെഡിയാക്കി. ഇനി ഇത് കറി വെക്കണം അല്ലേ? കറി വെച്ചാ മതി. മത്തി പൊള്ളിക്കാണോ? ഇതില്ലേ കക്കാരച്ചി? ആ എന്നോട് പറഞ്ഞല്ല, ഞാനത് മറന്നുപോയി. ശരണ്യ. പയറ് തോരൻ വെക്കണ്ടേ? ആ എന്നാ ശരി. തേങ്ങാക്കറിയായ എന്നാ ശരി ശരി. നിങ്ങളുടെ 2 പേരുടെ ഇഷ്ടാനുസരണം ഞാനത് അംഗീകരിച്ചു. അപ്പൊ മത്തി കറിയും വെച്ച് എന്നെ വെച്ച് സങ്കടപ്പെടണ്ട. നാളെ മത്തി മേടിച്ച് തേങ്ങ അരച്ച് തന്നിരിക്കും. ആ എന്നാ ശരി. അല്ല ഇപ്പൊ നെയ്യുള്ളതുകൊണ്ട് തേങ്ങ അരച്ച് വെക്കുന്നതിൽ സുഖം മുളക് വെക്കുന്നുണ്ട്. ആ തേങ്ങാകുമ്പോ ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് കിടക്കും. ആ അതുകൊണ്ടാണ്. തീർന്നില്ലേ? എത്ര നേരമായി കഴുകാൻ തുടങ്ങിയിട്ട്? സമയം എന്തായെന്നറിയാമോ? നമ്മൾ അവിടെ പോയൊക്കെ മേടിച്ച കാരണം ഇന്ന് ഒത്തിരി താമസിച്ചു പോയി. ഇപ്പം റെഡിയാക്കും. അമ്മ വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഒഴിച്ച് കൊടുക്കുന്നു. കണ്ട ഒരു മത്തി മാത്രം ഇച്ചിരി ഉടങ്ങിയ നെയ്യ് കൊണ്ടുകൊണ്ടാ ഉടഞ്ഞു പോയത്. ബാക്കിയൊക്കെ ഓക്കെ അല്ലേ? ശരി. വിളിക്കാം. ശരി. അച്ഛനും പാചകത്തിന് കയറിയിരിക്കുകയാണ്. അച്ഛനും പണി കിട്ടിയ അച്ഛ ഇന്ന് വ്യാഴാഴ്ച ദിവസം ഒരു അവധി കിട്ടിയപ്പോൾ പാവം അച്ഛന് വരെയും അമ്മ പണി കൊടുത്തതേ. പയറരിഞ്ഞ് പിന്നെ അമ്മ അതേ പയറിനുള്ള സാധനം ഒരുക്കി വെച്ചിരിക്കണം. പിന്നെ അതേ നമ്മുടെ ഇതന്നെ മീൻകറി അടപ്പത്താണല്ലേ? മത്തിക്കറി അടപ്പത്ത്. ദേ ഒരാളവിടെ ഇരുന്ന് മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ആ കക്കറച്ചി കിള്ളിയാണോ ശരണ്യ? ശരണ്യ പിന്നെ ഇത് വീണ്ടും ഇത് തുടങ്ങിയ ഞാൻ അറിഞ്ഞില്ല. കക്കറച്ചി കിള്ളാൻ തുടങ്ങിയ കാര്യം. ഞാൻ വന്നപ്പോ ദേ അടുക്കള അച്ഛൻ നിന്ന്
അമ്മ അരിഞ്ഞതിൻ്റെ ബാക്കി പയറരിഞ്ഞ് കൊടുത്ത് പിന്നെ ഏതാണ്ട് സവാള ഏതാണ്ടൊക്കെ അരിയാൻ പോണു. ഇത് ഇനി എന്നാ ചെയ്യാണ് ശരണ്യ? ഇത് ഇതിന്റെ അകത്തെ അഴുക്ക് കിള്ളിക്കളയാണ്. ഇങ്ങനെ കിള്ളിക്കളഞ്ഞതിന് ശേഷം എടുക്കുമല്ലേ ഈ കറുത്ത സാധനം കിള്ളിക്കളയും. കറുത്തതേ പച്ചമുള്ള സാധനം. അതെ 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 കണ്ടാ അത് കക്കറച്ചി കുറച്ച് ഞാൻ അരിഞ്ഞിട്ടുണ്ട്. അതിന്റെ ബാക്കി കൂടെ അരിഞ്ഞാൽ മതി. അതാ അച്ഛൻ അരിഞ്ഞോണ്ടിരിക്കുകയാണ്. അച്ഛന് ഇതൊക്കെ ഭയങ്കര ബാലൻസ് ഉണ്ട് കേട്ടോ. അച്ഛൻ എപ്പോഴും ഇങ്ങനെ ഇവിടെ അവധിയൊക്കെ കിട്ടുമ്പോഴൊക്കെ അല്ലേ വെറുതെ നിൽക്കുന്ന ടൈമിന് വീട്ടിൽ സഹായിക്കും അച്ഛൻ. അച്ഛന് പണി തന്നല്ലേ? വ്യാഴാഴ്ച ഞങ്ങൾക്ക് പോകണ്ട. വീട്ടുകാർക്ക് അറിയാം അപ്പൊ അവരെ ഒന്ന് സഹായിക്കുക, ഇടക്കൊക്കെ സഹായിക്കുക. പിന്നെ ഒരു ദിവസം എന്നാ വെക്കാൻ എന്നാ വെക്കാൻ എന്നാ കറി കൂട്ടിയത് തന്നെയല്ലേ ശരണ്യ? ഞാനൊന്നും ഇങ്ങനെ സഹായിച്ചു കൊടുക്കാൻ പറഞ്ഞ ഞാൻ ഒരു ദിവസം ഞാൻ നമ്മളുടെ കൂടി ചോറും കൂടിയൊക്കെ ആണുങ്ങൾ വെക്കണം. ആണ് ഇല്ലത്തെയാണ് അതന്നെ സവാള കൊള്ളിയല്ലേ? സവാള തന്നെ അതിന്റെ ഒരു കട്ടി ഇതായിരിക്കും. നിങ്ങൾക്ക് റെസ്റ്റ് വേണം, നിങ്ങൾക്ക് റെസ്റ്റ് വേണം. ഉച്ച കഴിഞ്ഞ റെസ്റ്റ് അല്ലേ? നിങ്ങൾ ഉച്ച കഴിഞ്ഞ റെസ്റ്റ് അല്ലേ? അരിഞ്ഞു തീർന്നു. ഇനി എന്നാ പരിപാടി? അതിലേക്ക് വെക്കണം അല്ലേ? അത് ഞാനിത് കറി വെച്ചിട്ട് മകൾ തിന്നാ മതി. അല്ല വെളുത്തുള്ളി വെളുത്തുള്ളി പൊളിച്ചു കൊടുക്കട്ടെ. ആ വെളുത്തുള്ളി ഇങ്ങനെ ഇതൊക്കെ അച്ഛൻ പറയുകയും ചെയ്യും, അച്ഛൻ തന്നെ പൊളിച്ചു കൊടുക്കുകയും ചെയ്യും. പിന്നെ വീട്ടിൽ നിൽക്കുമ്പോ അവര് പറയുമ്പോ ഒന്ന് അവർക്ക് അവരുടെ സന്തോഷം, നമുക്ക് സമയത്ത് ആഹാരം കഴിക്കാം. അമ്മ വെളുത്തുള്ളി എടുത്തു കൊടുക്കാൻ കണ്ടാ? വെളുത്തുള്ളി അച്ഛൻ പൊട്ടിച്ചു. എന്തോരം വേണമെന്ന് അമ്മ പറഞ്ഞു കൊടുത്തേര്. നല്ല അടിപൊളി വെളുത്തുള്ളി അല്ലേ? അതിരിക്കട്ടെ, വെളുത്തുള്ളി കൂടുതൽ ഇരിക്കട്ടെ. ഷിജുവിനെ വെളുത്തുള്ളി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ കൂടുതൽ പിന്നെ അത് ഷിജു ഉദ്ദേശിക്കുന്നത് അറിയാം, ചില ഈ പ്രതിരോധകാര്യ ക്ഷീണത്തിനൊക്കെ നല്ലതാണ്, കൊളസ്ട്രോളിന് നല്ലതാണ്. അതുകൊണ്ടാണ് വെളുത്തുള്ളി കൂടുതൽ ചേർക്കാൻ പറയുന്നത്. ആവശ്യത്തിന് ചേർത്തോ? പൊളിച്ചു തരാൻ അച്ഛൻ റെഡി. ശരണ്യ എന്തായി? കഴുകി വൃത്തിയായി. ഇത് കഴുകിയില്ല, കിള്ളി അത്ര അഴുക്ക്. അത് അഴുക്കാണല്ലേ കയ്യിരിക്കണത്? ഇനി ഇത് കഴുകി വൃത്തിയാക്കണം അല്ലേ? ഓ വിഷമിച്ചല്ല. അതെ അതെ, കുറച്ച് കറച്ചേ എടുത്തുള്ളല്ലേ? എന്നാ ശരി വാ. അമ്മ വെള്ളമൊക്കെ എടുത്ത് തന്നെ. ഇതെന്താ കഴുകി തീർന്നില്ലേ? ഇതിപ്പോ തെളിഞ്ഞല്ല, ഇനിയും തെളിയണം. ആണല്ലേ? ആണല്ലേ? തൃപ്തിയായി. ഇനി ഇത് കഴുകിയിട്ട് എന്നാ ചെയ്യണം? ഇനി കഴുകിയിട്ട് നമ്മൾ ഇത് അടുപ്പ മഞ്ഞപ്പൊടി ഇട്ട് അടുപ്പ വെക്കണം, വെച്ച് വേവിക്കണം, തിളപ്പിക്കണം വീണ്ടും. അപ്പൊ സത്യം പറഞ്ഞാൽ കക്കറച്ചി എത്ര പ്രാവശ്യം വേകുന്നുണ്ടല്ലേ? കക്ക വാരിക്കൊണ്ട് അവര് ഒന്ന് വേവിക്കുന്നുണ്ടല്ലേ? പുഴുങ്ങിയെടുക്കുന്നുണ്ട്. അതെ അതെ, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ അല്ലേ? ശരണ്യ എന്തായി? കഴുകി തീർന്നു. ആ ഇതില് മഞ്ഞപ്പൊടി ഇട്ടാ മതി അല്ലേ? ഉപ്പ് ഇട്ട് തിളപ്പിക്കാം. ഇതിന്റെ ഉളുമ്പെല്ലാം ഇറങ്ങിപ്പോവും. നമ്മള് ഇപ്പൊ ചോറ് ഊറ്റത്തില്ലേ? എന്ന് പറഞ്ഞു ഇങ്ങനെ ഊറ്റണം. ചോറ് ഊറ്റണ പോലെ ഊറ്റി വെക്കണം അല്ലേ? ആ അപ്പൊ ഇനി ഉപ്പിടണം അല്ലേ? ഉപ്പിടണം.
ഗ്യാസിലോട്ട് വെച്ച് തിളപ്പിക്കണം. ആ ഇപ്പൊ തിളപ്പിക്കുന്നവരെ നിങ്ങൾ നിൽക്കണം. ആ ശരി ശരി. ശരണ്യ തിളപ്പിക്കാൻ വെച്ച് കത്തിച്ചിട്ടില്ലല്ലോ. ആ കത്തി കേട്ടുണ്ട്. ആ ആ ഇതെന്നാണ് ശരണ്യ ഒന്ന് പറഞ്ഞു കൊടു. അമ്മ വെച്ച തോരൻ. അമ്മ വെച്ച തോരൻ. ആ ആ ശരണ്യ വെച്ച മീൻകറി. ആ ഇത് മത്തിക്കറി. മത്തിക്കറി നല്ല അടിപൊളി മത്തിക്കറിയാണ്. കാണുമ്പോൾ അറിയാം മുളകിൽ വെച്ചതാണെന്നേ ഉള്ളു അല്ലേ? അല്ല, അടിപൊളിയാണ്. അമ്മയുടെ തോരനും സൂപ്പറാണ് കേട്ടാ. നല്ല തോരനാണ്. ഒന്നുകൂടി കാണിച്ചു കൊടുത്തേക്കാം തോരൻ. അമ്മയുടെ തോരൻ കണ്ട നല്ല തോരനും. അപ്പൊ ഇനി നമ്മുടെ കക്കാറച്ചി കൂടി കാണിക്കാത്തത് ഇതന്നെ ഞാൻ കാണിച്ച വീഡിയോ. കക്കാറച്ചി മാത്രല്ലേ ഞാൻ കാണിക്കത്. അപ്പൊ കക്കാറച്ചി വെക്കുന്ന വീഡിയോ ആണ് ഇന്നത്തെ. അതെ അതെ. പിന്നെ വറുക്കാൻ പോയാണ്. ഇനി കക്കാറച്ചി തിളക്കുന്ന നേരത്തെ നമുക്കിനി സവോളയും ഇതെല്ലാം കൂടെ ഒന്ന് വാട്ടിയെടുക്കാം. ആ ആ നമുക്ക് തീ കത്തിക്കാം. അമ്മ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കക്കാറച്ചി വെക്കാൻ പോയ സമയത്തോടെ അമ്മ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ഒന്നെടുത്ത് കാണിച്ചു കൊടുത്ത്. അടിപൊളിയായിട്ട് അമ്മ ഇപ്പോഴും അമ്മ ഏതാണ്ടൊക്കെ ചെയ്തോണ്ടിരിക്കും. സവോള, ആ കരിയപ്പ്, ഇഞ്ചി, ഉണക്കമുളക്, പച്ചമുളക്, ഇത്ര സാധനങ്ങളാണ് വേണ്ടത്. ഇനി കുരുമുളക് പൊടിയെല്ലാം പൊടിച്ചെടുക്കേണ്ടി വരും. ആ അപ്പൊ വെള്ളം പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ എണ്ണ ഒഴിക്കണം. അതിനാണ് ശരണ്യ. അല്ല, തേങ്ങാക്കൊത്ത് വേണ്ടേ? തേങ്ങയെ നമുക്ക് ഇച്ചിരി വറുത്തി നമുക്ക് തോരൻ ഞങ്ങള് വെക്കുന്ന പോലെ നിങ്ങളെ കാണിച്ചു തരാം. ആ സാധാ എല്ലാരും ഈ തേങ്ങ കൊത്തി അരിഞ്ഞാണ് വെക്കുന്നത്. ഞങ്ങൾ അങ്ങനെയല്ല വെക്കുന്നത്. തേങ്ങ ചെരുണ്ടി അത് വറുത്ത് വെക്കും. ആ അപ്പൊ ഇച്ചിരി എണ്ണ ഒഴിക്കുക അല്ലേ? അല്ല ഞാനാ പഠിപ്പിച്ചു തന്നെ ശരണ്യൻ. എന്തായി? എണ്ണയൊക്കെ ചൂടായി. അപ്പൊ കടുക് ഇടാൻ പോവാണ്. കുറച്ച് കടുക് മതി കേട്ടോ. ആ കുറച്ച് കടുക്. കടുക് ഇട്ടു. കടുകൊന്ന് പൊട്ടട്ടെ. ആ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. ഇനി എന്നാണ് ഇടണം? ആ ഇതല്ലേ നമ്മുടെ ഉണക്കമുളക്. നമ്മുടെ സ്വന്തം ഉണക്കമുളക് അല്ലേ? കടയിലത്തെ ആ സ്വന്തം അല്ല ശരണ്യ പറയണ ഭാഷയാണ് ഞാൻ പറഞ്ഞു. നമ്മുടെ ഉണക്കമുളക്. ആ പിന്നെ വെളുത്തുള്ളി. ഇങ്ങനെ ഉണക്കമുളക് അച്ഛനരിഞ്ഞ് വെച്ച വെളുത്തുള്ളി. ആ പല ആൾക്കാർ പല അമ്മ എല്ലാം കൂടി മിക്സിങ്. ഞാൻ മാത്രമേ ഒന്നും ചെയ്യാതെ ഉള്ളൂ. നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നിച്ചിടാം. ആ നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളി ആവശ്യത്തിന് അറിഞ്ഞിട്ടുണ്ട്. അതെ 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 അതെ. അപ്പൊ ഇനി ഇളക്കണ്ടേ? ഇളക്കണം. ആ എന്നാ ഞാൻ സ്പൂൺ എടുത്ത് തരാം. എടുക്കാം. എടുക്കാം. ഇപ്പൊ എല്ലാം കൊണ്ട് നമുക്ക് ഇളക്കാം. ഉപ്പ് ഇടണം. എന്നാ പെട്ടെന്ന് ഉപ്പിടാൻ മറന്നുപോയല്ലേ? ഇല്ല, ഉപ്പിടാൻ സമയം ആയതുള്ളൂ. ആ അപ്പൊ എല്ലാം കൂടെ നമുക്ക് വാഴണം. വഴറ്റിയെടുക്കണം അല്ലേ? നോക്കട്ടെ. അങ്ങനെ നോക്കുന്നവരെ ശരണ്യയുടെ സ്പെഷ്യൽ കക്കാറച്ചിയാണല്ലേ ഇന്ന്? ആണ്. നോക്കുന്നവരെ എൻ്റെ ഭാഗ്യം. ശരണ്യ എല്ലാ പാചകവും പഠിച്ചത് എൻ്റെ ഭാഗ്യം അല്ലേ? പിന്നെ കടയിൽ നിന്നൊക്കെ മേടിച്ച് തിന്നണ്ടേ പ്രായമായി കഴിഞ്ഞെന്ന് അല്ലേ? നമ്മളിവിടെ കടയിൽ മേടിക്കുക. അല്ല ഞാൻ പറഞ്ഞതാണ്. നല്ല ശരണ്യക്ക് എല്ലാം അറിയാമല്ല. അങ്ങനെ ശ്രദ്ധിക്കുവാണ്. അല്ല ഞാനുള്ളത് സത്യം പറഞ്ഞതാണ്. അപ്പൊ വേവുന്നവരെ കൂട്ടുകാരെ വെയിറ്റ് ചെയ്യുക. അത് മൂടി വെക്കണം ഇനി? വേണ്ട, മൂടി വെച്ച കരിഞ്ഞു പോകത്തില്ലേ? ആണോ? അങ്ങനെയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ആ ആ എന്നാ ശരണ്യ ഇളക്കി കൊടുക്ക്. അതായി കഴിയുമ്പോ ശരണ്യ എന്തോ എന്തായി? നന്നായിട്ട് ഇത് പൊടിഞ്ഞല്ലേ? പൊടിഞ്ഞ് ഇനി നമ്മൾക്കൊരു വേറെ പാത്രത്തിലോട്ട് ആക്കാം. ആ തീ കിടക്കത്തില്ല കേട്ടോ. ആണോ? തീ ആവശ്യമുണ്ട്. അതെന്തിനാ തീ ആവശ്യം? ആ ഇതാക്കാനല്ലേ? കക്കാറച്ചിയൊക്കെ ഇടാനല്ലേ? ഇല്ല, തേങ്ങ വാട്ടണം. തേങ്ങ വാട്ടണം. വറുക്കണം. അതെ. ആ ഇതാണ് ശരണ്യ ചെയ്യുന്ന വെറൈറ്റി ആയിട്ട് ചെയ്യുന്നത് അല്ലേ? ആ തേങ്ങ ഇട്ട് വറുത്തെടുക്കും. വറുത്തെടുക്കണം.
ശരണ്യ എന്തോ എല്ലാരും തേങ്ങ ചേർക്കിയല്ലോ. എല്ലാരും ചേർക്കത്തില്ല, ആ നമ്മൾ ചേർക്കും. ആ, അതെന്താ? എല്ലാരും മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി അതെല്ലാം ചേർത്ത് വെക്കുന്നത്. ആ പിന്നെ തേങ്ങ ഇട്ട് വെക്കുവാണെങ്കിൽ സൂപ്പർ രുചിയാ. ആ ടേസ്റ്റ് എല്ലാരും നോക്കണം. ടേസ്റ്റ് കൂടും അല്ലേ? എന്തായി വറുത്തില്ലേ? നമ്മളെ വറുത്ത് ഇനി നമ്മളൊരു പാത്രത്തോട്ട് ആക്കാൻ പോവാം. ഇതാ ആ അപ്പൊ തീ ഓഫ് ആക്കണ്ടേ? തീ ഓഫ് ആക്കണം, തീ ഓഫ് ആക്കണം. നീ ഓഫ് ആക്കിയല്ലേ? ഇനി ഓഫ് ആക്കത്തില്ല. ഇനിയാണ് നമ്മളെ പണി. ആ വറുത്തയിലാട്ട് ഇത് കൂടി എടുത്തിട്ട് എടുത്തിട്ട് ഒന്നിച്ചാക്കി അടന്നിരിക്കട്ടെ. മാറ്റി വെച്ചേക്കാം. ഇനി തന്നെ നമ്മളെ വേവിച്ച കക്കാറച്ചി കണ്ടോ? എന്താ കണ്ടോ? ആ വേവിച്ച് വെച്ച് അത് നമ്മൾ ഇനി ചട്ടിക്കത്തിട്ട് ഇടാൻ പോവാം. അതിൻ്റെ അകത്തൊന്നും ഇല്ല. പാത്രം മാറ്റി ഒരു ഭംഗിക്ക് വേണ്ടി ചുമ്മാ കാണിച്ചേക്കാം. ആണ്. ഇനി നമ്മൾ കക്കാറച്ചി എന്ത് സന്തോഷത്തോടു കൂടിയാണ് ശരണി കക്കറച്ചി. അത് ഭയങ്കര ഇഷ്ടമാണ്. ആണോ? കക്കാറച്ചി ഇഷ്ടമാണ്. പിന്നെ കക്കാരക്ക് അടച്ച് വെക്കണം. ഇച്ചിരി കഴിയുമ്പോൾ നല്ല പൊട്ടിത്തെറിക്കാൻ നോക്കി. കക്കാറച്ചിക്ക് വെള്ളം കൂടുതലുണ്ട് കേട്ടോ. എന്താ അമ്മ പറഞ്ഞു? അല്ലെങ്കിൽ ഇതേ കണ്ട പൊട്ടാൻ തുടങ്ങിയല്ലേ? മൂടി വെക്കണം. എന്റെ അമ്മ ആ ടൈമിന് അമ്മ പറഞ്ഞു. കക്കാറച്ചിക്ക് എപ്പോഴും വെള്ളമഴ ഉണ്ടെന്ന്. ആ അതെ അതെ. അടച്ചു വെക്കണം. അടച്ചു എല്ലാം പൊട്ടിത്തെറിക്കണ്ട. ഇപ്പൊ പൊട്ടുന്ന ഒച്ച കേൾക്കും. ഏതാ എന്നാ അത് അടച്ചു വെച്ച് ആകട്ടെ അല്ലേ? ഞാൻ ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചു. അല്ലെങ്കിൽ അടി പിടിക്കും അല്ലേ? ഇനി മൂടി വെക്കാം. ഇനി ആവശ്യത്തിന് പൊട്ടട്ടെ. ആവശ്യത്തിന് പൊട്ടട്ടത്. അതിന്റെ കൊതി തീരുന്നവരെ പൊട്ടട്ടെ. പൊട്ടണുണ്ട്. പൊട്ടുന്നില്ല, ശരിക്കും പൊട്ടുന്നുണ്ട്. അത് തിരക്കി ഏതായാലും രണ്ടാമതേ അത് തുറന്ന് എണ്ണ ഒഴിച്ചത് ഉപകാരമായി. അല്ലെങ്കിൽ അടി പിടിക്കും. അല്ലാതെ പിടിക്കും. ഈ പൊട്ടൽ വീരുമ്പോ ഇതിന്റെ വെള്ളം വറ്റി. ആണല്ലേ? ശരണ്യ കണ്ടോ? എന്തായി? വേറാറായിട്ടുണ്ട്. പിന്നെ ഒരു കൂട്ടുകാരെ ഇടക്കിടക്ക് തുറന്ന് നോക്കി ഇളക്കണം. ഈ മറിച്ചൊക്കെ ഇടണം അല്ലേ? അല്ലെങ്കിൽ അടി പിടിക്കും. നമുക്ക് തുറക്കാം. ഇതിന്റെ പൊട്ടെല്ലാം മാറി കേട്ടോ. അതെ അതെ. ഇടക്കിടക്ക് അങ്ങനെ ഇളക്കിയിട്ടാണല്ലേ അങ്ങനെ ചെയ്ത്. ഇപ്പം കണ്ടോ ഇതിന്റെ ഒച്ച വെക്കണ കേട്ടോ. പേപ്പർ ഇനി നമുക്ക് ഈ വേവിച്ച് വെച്ച മുപ്പിച്ച് വെച്ച സവോള തേങ്ങ എല്ലാം കൂടെ ഇതിന്റെ പുറത്തോട്ട് ഇടണം. എല്ലാം കൂടെ ഇളക്കണം. എന്താ ഇളക്കി മിക്സ് ആയല്ലോ? എല്ലാം ഇനി നമുക്ക് അമ്മേനെ വിളിക്കാം. അമ്മ എന്തായി? ഇനി നമുക്ക് കുരുമുളക് പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി എല്ലാം കൂടെ ചേർക്കാം. എന്റെ അമ്മ എടുത്തു തരുമോ? എടുത്തു തരാം. ഇളക്കിക്കോ. ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അതെ. മല്ലിപ്പൊടി ഇട്ടോ? മതി. ഒരു സ്പൂൺ മല്ലിപ്പൊടി. ഒരു സ്പൂൺ മതി അല്ലേ? ഒരു സ്പൂൺ മതി. ഒത്തിരി ആയ മല്ലി ചുമയ്ക്കും. പിന്നെ മുളക് പൊടി നമ്മുടെ എരിവ് അനുസരിച്ച് വേണം ഇടാൻ. ഇച്ചിരി മല്ലിപ്പൊടി ആകട്ടെ. നല്ല അടിപൊളി കക്കാറച്ചിയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇനി തന്നെ മുളക് പൊടി ഇടാം. മുളക് പൊടി നമ്മുടെ ആവശ്യത്തിനേ ഇടാവുള്ളൂ. ഇപ്പൊ എരിവ് വേണ്ടവർക്ക് എരിവ് കുറച്ച് വേണ്ടിയവർക്ക് നമുക്കിവിടെ എരിവ് കുറച്ച് മതി. അപ്പൊ ഇവിടെ കുറച്ചേ ഇടത്തുള്ളൂ. എനിക്ക് പിന്നെ ഇളക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അത് കാരണം പൊടി ഇടാൻ അമ്മേനെ എത്തിച്ചത്. പൊടി ഇടാൻ അമ്മ. ഞാനേ പൊടി ഇട്ട് വരുമ്പോ ചിലപ്പോ കരിഞ്ഞു പോകും. ടിന്നൊക്കെ തുറന്ന് ഇളക്കാതെ അല്ലേ? കുരുമുളക് പൊടി കുറച്ച്, കുരുമുളക് പൊടിയൊക്കെ ഇട്ട് മസാലപ്പൊടി. ഇപ്പോഴാണ് സ്മെല്ലടിച്ച. കുരുമുളക് പൊടി ഇട്ടപ്പോഴാണ് കക്കാറച്ചിയുടെ സ്മെല്ലടിക്കാൻ തുടങ്ങി അല്ലേ? മസാലപ്പൊടി കുറച്ച് മതിയാ. ഇവിടെ മസാലപ്പൊടി നമ്മൾ കുറച്ച് ചേർക്കത്തില്ല. സെറ്റായി. കക്കാറച്ചിയുടെ കറി
കറി അതെ സെറ്റായി. ഇനി നമുക്ക് ഉപ്പും പുളിയും വേണം. ശ്ശോ, ഉപ്പ് വേണം നോക്കാം. ഉപ്പും പുളി ഉപ്പ്. തീ കുറച്ച് വെച്ചേക്കാണ്. എങ്ങനെയുണ്ട് പറയൂ. സൂപ്പർ, അടിപൊളിയാ. അടിപൊളിയാ. അപ്പോൾ ശരണ്യ ഇതിൽ ഇനി വല്ലതും ഇടാൻ മറന്നു പോയിട്ടുണ്ട്. വേപ്പില പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ പെട്ടെന്ന് നോക്കിയപ്പോഴേ ഇതിന്റെ അകത്ത് വേപ്പില ഇട്ടിട്ടുണ്ട്. വേപ്പില ഉണ്ട് ഇതിന്റെ അകത്ത്. ഉണ്ട്. പിന്നെ നമ്മുടെ ഒരു പഞ്ഞിക്ക് വേണ്ടി ആ ഇച്ചിരി വേപ്പില ഇടുവാണെങ്കിൽ സൂപ്പറാ. പിന്നെ എല്ലാരും ഇതുപോലെ ചെയ്ത് നോക്കണം. കക്കറച്ചി ഞാൻ ചെയ്ത പോലെ നല്ല രുചിയായിരിക്കും. ആമാ വേപ്പില കൊണ്ട കൊടുത്തതാ. അപ്പൊ വേപ്പില ഇടാം. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയോളം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കഴിക്കുന്ന വീഡിയോ നിങ്ങളെ കാണിക്കാൻ ഞങ്ങൾ വിശന്ന് നിൽക്കും. അത് കണ്ടാണ് കാണിക്കുന്നത്. അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് കൂട്ടാക്കിയേക്കണം അല്ലേ. അപ്പൊ നിങ്ങൾക്കെല്ലാം സുഖമല്ലേ? ഞങ്ങൾക്ക് സുഖം. ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്. അതുപോലെ വേറൊരു കാര്യമുണ്ട്. ഒത്തിരി പേര് കമന്റിലൂടെ ഹായ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും കൂടി എല്ലാവർക്കും ഹായ്. അപ്പൊ ഞങ്ങൾ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല, കാരണം വിശന്നിരിക്കുകയാണ്. അച്ഛനും ഒക്കെ വിശന്നിരിക്കുകയാണ്. സമയം പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ മാത്രമല്ല, ടോബി വരെ വിശന്ന് കയറാൻ തുടങ്ങി. അതെ, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നല്ലൊരു വീഡിയോയുമായിട്ട്